കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇവിടെ നടക്കുന്നത് എന്താണെന്ന് ഇവൻ എന്ത് തെറ്റാ ചെയ്ത്? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ബെഡ്റൂമിനകത്ത് തീർത്തോളണം. അല്ലാതെ ഇങ്ങനെ പരസ്യമായി അലക്കി ഒളിപ്പിച്ച് നാണം കെടുത്താൻ നിൽക്കരുത്. മനസ്സിലായോ? ഇത് ബെഡ്റൂമിനകത്ത് തീർക്കേണ്ട പ്രശ്നമൊന്നും എനിക്ക് തോന്നിയില്ല. വേണമെങ്കിൽ എനിക്കിത് രഹസ്യമാക്കി വെച്ചും എന്റെ ഭർത്താവിനെ രക്ഷിക്കാമായിരുന്നു. പക്ഷെ ഞാനത് ചെയ്യില്ല. കാരണം ഞാനും ഈ കുടുംബത്തിലെ മരുമകളാ. ഇനി പറഞ്ഞോ, പറയാനുള്ളത് മുഴുവൻ പറ. എന്താ ബാലു? എന്നോട് ക്ഷമിക്കണം ജ്യോതി. ജ്യോതിയുടെ ക്ഷമ ചോദിക്കാനുള്ള അർഹതയൊന്നും എനിക്കില്ലെന്നറിയാം. എന്നാലും മാപ്പ്. അന്ന് ജ്യോതിക്ക് ജോസിലെ വിഷം കലക്കി തന്നത് ഞാനാ. എല്ലാം അവിനാഷ് പറഞ്ഞിട്ടാ. ജ്യോതി എന്നോട് ക്ഷമിക്കണം, എന്നോട് പൊറുക്കണം. ഒരിക്കലും കൊല്ലണമെന്നൊന്നും വിചാരിച്ചിരുന്നില്ല. വെറുതെ ഒന്ന് കളിയാക്കി വിടണമെന്ന് മാത്രമേ വിചാരിച്ചിരുന്നുള്ളൂ. പറഞ്ഞോട്ടെ. ഇവിടെ എല്ലാരും എത്ര വട്ടം ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന് പങ്കുണ്ടോന്ന് DK പോലെ എത്ര വട്ടം ചോദിച്ചു. എടാ, എന്തൊരു മഹാഭാപിയാടാ നീ. ഈ വീട്ടിൽ ആരുടെയെങ്കിലും സഹായമില്ലാതെ അത് സംഭവിക്കില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടാ ഞാൻ ആവർത്തിച്ച് ചോദിച്ചത്. എന്നിട്ടും നീ ഒരു അക്ഷരം പറഞ്ഞില്ല. ഒരു രാത്രി മുഴുവൻ അവൾ മരണത്തോട് മല്ലടിച്ച് കിടന്നത് അറിയോ നിനക്ക്? ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നത്? നിനക്കിത് എങ്ങനെ മനസ്സ് വന്നടാ? ആരെങ്കിലും ഒരാൾ നിർബന്ധിച്ചാൽ സ്വന്തം വീട്ടുകാരെ കൊല്ലാൻ പോലും മടിയില്ലാത്തവനായി പോയല്ലോടാ നീ. പറ്റിപ്പോയമ്മ. പറ്റിപ്പോയെന്നോ? എത്ര എളുപ്പം നിനക്കത് പറയാൻ കഴിഞ്ഞു. ഇതിന്റെ പേരില് ഞാൻ അനുഭവിച്ചതൊക്കെ എന്താണെന്ന് നിനക്കറിയോ? DK എന്നെ സംശയിച്ചു. DK മാത്രമല്ല, എല്ലാവരും സംശയിച്ചു. ഒടുവില് DK എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ജ്യോതിയ
എന്നെ ഇവിടേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. വേണ്ട വേണ്ട, ഇനി ഇവനെ തല്ലണ്ട. ഇപ്പോഴെങ്കിലും ഇവനിത് തുറന്നു പറയാനുള്ള സന്മനസ് കാണിച്ചല്ലോ. ബാലു, എന്റെ ജീവന് ഞാൻ ഒരു വിലയും കൽപ്പിച്ചിട്ടില്ല. പക്ഷെ ഈ വീടിനും ഇവിടെയുള്ള നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്റെ മനസ്സിൽ ഞാനൊരു സ്ഥാനം തന്നിട്ടുണ്ട്. കൂടപ്പിറപ്പുകളുടെ സ്ഥാനം. അതുകൊണ്ട് ഇത് കേട്ടപ്പോ ഉള്ളിലൊരു നീറ്റലുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ നിന്നോട് എനിക്കൊരു ദേഷ്യമില്ല. പൊയ്ക്കോ. ചിത്ര, നീ ഇവനെ മുറിയിലേക്ക് കൊണ്ടുപോ. ജ്യോതി, വേണ്ട, കഴിഞ്ഞതൊക്കെ നമുക്കങ്ങ് മറക്കാം. ഇപ്പൊ നമ്മളെല്ലാം സന്തോഷത്തോടെ ഒരേ മനസ്സായിട്ട് ഇവിടെ ജീവിക്കുന്ന. ഇനി ജീവിക്കേണ്ടതും അങ്ങനെ തന്നെ ആയിരിക്കണം. ഇവനെ റൂമിലേക്ക് കൊണ്ടുപോ. വാ, പോ ബാലു. വരാൻ. എനിക്കറിയാം നിന്റെ മനസ്സിനെ ഇത് എത്രത്തോളം ബാധിച്ചിട്ടുണ്ടെന്ന്. അവനോട് നീ ക്ഷമിച്ചു. പക്ഷേ നിന്റെ മനസ്സിൽ ഇത് എക്കാലവും വലിയ മുറിവ് തന്നെയായിരിക്കും. ഞാൻ വളർത്തിയ മക്കളാ. പക്ഷേ അവരിങ്ങനെയൊന്നും ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ലല്ലോ. മറ്റൊരാളുടെ വാക്ക് കേട്ട് തനിക്ക് കുടിക്കാനുള്ള ജ്യൂസിൽ വിഷം കലക്കി തരിക എന്നൊക്കെ പറഞ്ഞ നീ അവനോട് എന്തിനാ ക്ഷമിച്ചേ? ഇറക്കി വിടാൻ മേലായിരുന്നു ഈ വീട്ടിൽ നിന്ന്. അതിനുള്ള അധികാരം നിനക്കുണ്ടല്ലോ. പാവമായ അവളെ ഞാൻ ഒരുപാട് കുറ്റപ്പെടുത്തി, വേദനിപ്പിച്ചു, ഇവിടെ നിന്ന് ഇറക്കി വിട്ടു. എന്നിട്ടും അവനൊരു വാക്ക് പോലും മിണ്ടിയില്ല. അവന്റെ മുഖത്തൊരു കുറ്റബോധം പോലും ഞാൻ കണ്ടില്ല. പക്ഷെ ഇപ്പൊ അവൻ സത്യം പറഞ്ഞിരിക്കുന്നു. എന്തിന്? നമുക്ക് അവനോടും അവളോടും ഇവിടുന്ന് മാറി താമസിക്കാൻ പറഞ്ഞാലോ ജ്യോതി? നാളെയും ഇതുപോലെ ചെയ്യില്ലെന്ന് ആര് കണ്ടു? ഒരിക്കൽ ചതിച്ചവൻ വീണ്ടും ചതിക്കും, അതുറപ്പാ. വേണ്ട ഏട്ടാ, ഏട്ടൻ പറഞ്ഞത് നേരാ. എന്റെ മനസ്സിലെ ആ മുറിവ് ഒരിക്കലും ഉണങ്ങില്ല. പക്ഷേ ഞാൻ അവനോട് ക്ഷമിച്ചു. ചെറുപ്പത്തിന്റെ പക്വതയില്ലായ്മയായിട്ടും എടുത്തുചാട്ടായിട്ടും ഒക്കെ
ഞാൻ അതിനെ കാണുന്നുള്ളൂ. നിനക്ക് വല്ലതും പറ്റിയിരുന്നെങ്കിലോ? എടുത്തിയാട്ടമാണെന്ന് പറഞ്ഞ് എങ്ങനെ സമാധാനിക്കാൻ പറ്റും? അതിന് എനിക്കൊന്നും പറ്റിയില്ലല്ലോ ഏട്ടാ. അതുമാത്രല്ല, ഞാൻ അവനോട് ക്ഷമിക്കാതെ ബാലുവിനെ ചിത്ര ഇറക്കി വിട്ട മറ്റുള്ളവരെന്താ പറയാ? എന്തായാലും അവന്റെ മനസ്സിലൊരു കുറ്റബോധം ഇപ്പോഴെങ്കിലും ഉണ്ടായല്ലോ. അതുകൊണ്ടാണല്ലോ ഇപ്പോഴെങ്കിലും അവനീ സത്യം പറഞ്ഞത്. അപ്പൊ പിന്നെ ഞാൻ ക്ഷമിക്കണ്ടേട്ടാ. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്ന ഈ ഒരു അവസ്ഥയില് അവനിപ്പോ എന്തിനാ ഇത് പറഞ്ഞത്? അവനിപ്പോ ഇതൊന്നും പറയണ്ടായിരുന്നു. സംഭവിച്ചതൊക്കെ പോട്ടെ. എങ്ങനെയെങ്കിലും ഇപ്പോഴത്തെ ഈ ഒരു മൂഡൊന്ന് മാറ്റിയേ പറ്റൂ. ഏട്ടാ, അവരെല്ലാരും കൂടി ആഗ്രഹിച്ച ആ യാത്ര അത് മുടക്കരുത്. കുറച്ചു ദിവസത്തേക്ക് അവരെല്ലാരും കൂടി എങ്ങോട്ടെങ്കിലും ഒന്ന് പോയിട്ട് വരട്ടെ. അപ്പൊ ഇതെല്ലാം അങ്ങ് മറന്നു പൊയ്ക്കോളൂ. മറക്കണം. നിനക്കിത് എങ്ങനെ കഴിയുന്നു ജ്യോതി? നിന്നെ വിഷം തന്ന് കൊല്ലാൻ ശ്രമിച്ചവനെയും ടൂറിന് വിടാനോ? അതിന് അവൻ എന്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞല്ലോ ഏട്ടാ. അവന് വേണമെങ്കിൽ അത് പറയാതിരിക്കായിരുന്നല്ലോ. നമ്മൾ ആരും അത് അറിയേയില്ല, അവനെ സംശയിക്കത്തുമില്ല. ഏട്ടാ, ഇനി അങ്ങോട്ട് ഇത് മനസ്സിൽ വെച്ച് അവരോട് പെരുമാറില്ലേ? പിന്നെ നിന്നോട് ചെയ്തൊക്കെ ഞാൻ മറക്കണം? മറക്കണം. മറക്കേണ്ടതൊക്കെ മറക്കുക തന്നെ വേണം. ഇനി അവരിങ്ങനെ ഒന്നും ചെയ്യില്ല. ഇപ്പോഴത്തെ ഈ ഒരു അന്തരീക്ഷം ഒന്ന് മാറിക്കിട്ടാൻ അവരൊരു യാത്ര പോകുന്നതാ ഏറ്റവും നല്ലത്. നാളെ ഏട്ടൻ അതിനു വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്യണം. എന്റെ ഏട്ടനിപ്പോ ഏറ്റവും വലുത് ഈ ഭൂമിയിൽ ഞാൻ തന്നെയാ. അപ്പോ എന്റെ ഏട്ടന് പ്രിയപ്പെട്ടവരൊക്കെ എനിക്കും പ്രിയപ്പെട്ടവരാ. ഇല്ല ശരദേ, എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആ വീട്ടിലുള്ള ഒരാൾ തന്നെ എൻ്റെ മോൾക്ക് വിഷം കൊടുത്തെന്നു. അവനിതെങ്ങനെ സാധിച്ചെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. എല്ലാം അവിനാശിന്റെ കളിയായിരുന്നു എന്ന് അവൻ പറഞ്ഞില്ലേ? അവിനാശ് പറഞ്ഞാൽ അവൻ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ബാലുവിന്റെ അമ്മയുടെ സ്ഥാനത്തല്ലേ അവള്? കൊല്ലാൻ മാത്രം എന്ത് വൈരാഗ്യം അവനും അവളും തമ്മിലുള്ളത്? എല്ലാവർക്കും നല്ലത് വരണമെന്ന് മാത്രമല്ലേ എന്റെ മോൾ ചിന്തിച്ചിട്ടുള്ളൂ. നമ്മുടെയൊക്കെ ജീവന് ഒന്നും സംഭവിക്കാതിരുന്നത് നന്നായി. സത്യത്തിലും കൊലപാതക ശ്രമത്തിന് പോലീസിൽ കേസ് കൊടുക്കേണ്ടതാ. നമുക്ക് മാത്രം എന്താ ആശാലത് ദൈവം ഇങ്ങനൊരു വിധി തന്നത്? രണ്ട് മക്കളുടെ കാര്യത്തിലും നമുക്കൊരു സമാധാനമില്ലല്ലോ. ജ്യോതിയുടെ കാര്യത്തില് ഇനി നമുക്കൊന്നും പേടിക്കാനില്ലല്ലോ. ഇപ്പൊ അവിടെ എല്ലാവരും ജ്യോതി അംഗീകരിച്ചു. പിന്നെ പ്രിയയുടെ കാര്യം, അവളുടെ കല്യാണം നമുക്ക് എത്രയും പെട്ടെന്ന് നടത്തണം. ഒരു കല്യാണം കഴിച്ച ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുന്നേ. നീ എന്തറിഞ്ഞിട്ട് ആശാലത ഈ പറയുന്നത്? കല്യാണം കഴിച്ചാൽ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് പറയാൻ അവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതോ എന്തെങ്കിലും മാറാ രോഗമുണ്ടോ? ഒന്നുമില്ല.
എല്ലാം അവളായിട്ടുണ്ടാക്കി വെച്ച ഓരോ പ്രശ്നങ്ങളാ. അത് പരിഹരിക്കാതെ വീണ്ടും കല്യാണം കഴിക്കാൻ ആലോചിച്ചാൽ രാജീവിന്റെ അവസ്ഥ ഇനിയും വരില്ല എന്ന് എന്താ ഉറപ്പ്? അത്രയ്ക്ക് പരമദുഷ്ട അവൻ അവിനാഷ്. എന്തെങ്കിലും ഒരു തീരുമാനം ഉടനെ എടുത്തേ പറ്റൂ. എടുക്കണം. അവന്റെ കാര്യത്തില് ഞാനൊരു തീരുമാനം എടുക്കും. നീ നോക്കിക്കോ, അവനൊന്ന് ചിന്തിക്കാൻ പോലും ഞാൻ സമയം കൊടുക്കില്ല. ഈശ്വര, ഇനി ഇന്ന് എന്താണാവോ ഇയാളുടെ പ്ലാൻ? അതെ, ഇന്നലെ നമ്മുടെ എല്ലാ പ്ലാനിങ്ങും പൊളിഞ്ഞു. സത്യത്തിൽ നിനക്ക് എന്താ ഇന്നലെ പറ്റിയേ? എനിക്കൊരു ഓർമ്മയില്ല. രാത്രിയില് ഞാൻ ഉണർന്നു നോക്കുമ്പോ അവിനാശ് കട്ടില് കമന്ന് കിടക്കുമായിരുന്നു. ഈ മുറിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട് അവിനാശ്. സാരമില്ല, ഈ മുറിക്ക് ഒരു കുഴപ്പമില്ല. എല്ലാം ഇന്നലത്തെ ദിവസത്തിന്റെ പ്രത്യേകതയായിരുന്നു. ഇന്നതെല്ലാം മാറിക്കോളും. ഒരു മിനിറ്റ്. ഷാജി, നീയാണോ? ഇല്ലടാ, ഒരു കുഴപ്പമില്ല. ഞങ്ങൾ തമ്മിൽ ഒരു കുഴപ്പമില്ല. പ്രിയ ഭയങ്കര ഹാപ്പി അല്ലേ? എടാ, നീ വെച്ചേ, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ചുമ്മാ ഷാജിയ. പിന്നെ ഈ എല്ലാവർക്കും അറിയേണ്ടത് ഒരേ ഒരു കാര്യമാണ്, പ്രിയ സന്തോഷത്തോടുകൂടിയാണോ എൻ്റെ കൂടെ ഇറങ്ങി വന്നതെന്ന്. പിന്നല്ലാതെ ഞാൻ സന്തോഷത്തോടുകൂടി തന്നെയാ അവിനാശിന്റെ കൂടെ വന്നത്. ശരിക്കും ഒന്നുമല്ലെങ്കിലും എന്നെ ഇത്രയ്ക്ക് സ്നേഹിക്കുന്ന ആളല്ലേ. അത് സത്യമാ. ദേ, ഈ പാല് കുടിച്ചേ. ആദ്യം പ്രിയ കുടിക്കേ. എനിക്ക് രാത്രി പാല് കുടിക്കുന്നത് ഇഷ്ടമല്ല, ഛർദിക്കും. അവിനാശ് കുടിക്കേ. അത് വേണം. കുടിക്കുന്നേ എനിക്കിഷ്ടമല്ല. എന്നിട്ടാ കുടിക്കേ. മുഴുവൻ കുടിക്കേ. കുടിക്കേ. പിന്നെ ഇന്നലെ നമ്മുടെ ശാന്തി മുഹൂർത്തം ആകെ കൊളായിപ്പോയി. പക്ഷേ ഇന്ന് നമുക്കത് ഗംഭീരമായിട്ട് ആഘോഷിക്കണം. ആഘോഷിക്കാം, അതിനെന്താ. എന്റെ എല്ലാം എല്ലാം അല്ലേ.
എന്റെ ചേലത്ത് ചെമ്പരം തല്ലേ നിന്റെ കാലിലെ കാണാപ്പാത അല്ലേ. അപ്പൊ ഇന്നത്തെ കാര്യം ഓക്കെ. ഇനി ഇവനെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ല. അവനൊരു ശാന്തി മുഹൂർത്തം ആഘോഷിക്കാൻ നടക്കുന്നു.